സ്നേഹം കൊണ്ടൊരുക്കിയ പൂപ്പന്തലിലേക്ക് ഒഴുകിയെത്തിയ വൻ ജനാവലിയെ സാക്ഷിയാക്കിയായിരുന്നു എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഒന്നും മറക്കാനോ ഒളിക്കാനോ ഇല്ലാത്ത ക്ലീൻ ഇമേജുള്ള വ്യക്തിത്വമാണ് എം സ്വരാജിന്റെ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചത്. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴായിരുന്നു എം സ്വരാജ് കൺവെൻഷനിലേക്ക് കടന്നു വന്നത്. അതോടെ ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. സാധാരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പാർട്ടികളുടെ പ്രവർത്തകർ കൂട്ടമായി എത്തുന്നതാണ് പതിവെങ്കിൽ എം സ്വരാജിന്റെ കൺവെൻഷനിൽ വലിയൊരു ഭാഗവും സ്വന്തമായി എത്തിയ മനുഷ്യരായിരുന്നു. നടന്നും ഇരുചക്രവാഹനങ്ങളിലും മറ്റുമെത്തിയ സാധാരണക്കാരായ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും സമാനമായിരുന്നു സാഹചര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ LDFകാർ വലിയ തോതിൽ തടിച്ചുകൂടാറുണ്ട്. എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ്. പതിവ് പോലെ LDFകാരുണ്ട്. എന്നാൽ അറിയപ്പെടുന്ന LDFകാരാണോ ഇതേവരെ LDFിൻ്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ, അവരാണോ കൂടുതലുണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഘടകകക്ഷി നേതാക്കളെല്ലാം സംസാരിച്ച് ഏറ്റവും അവസാനം സ്വരാജ് സംസാരിക്കുന്നതുവരെ ഒരാളും പിരിഞ്ഞുപോയില്ല. മൂന്നാം പിണറായി സർക്കാരിന്റെ തുടക്കമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് എം സ്വരാജ് പറഞ്ഞു. മാനവികതയുടെ പടപ്പാട്ടുകാർ, നവോത്ഥാനത്തിന്റെ പതാകവാഹകർ, മതനിരപേക്ഷ ചിന്തയുടെ ആൾരൂപങ്ങൾ ഉഴുതുമറിയിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. ലോകപ്രശസ്തമായ നിലമ്പൂർ തേക്കിന്റെ പ്രത്യേകത അതിന് ഉൾക്കാമ്പുണ്ട് എന്നാണ്. അതിവിടെ വളരുന്ന ഒരു വൃക്ഷത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. ഉൾക്കരുത്തുള്ള മനുഷ്യർ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന വേദി കൂടിയാണ് ഈ വേദി. സ്വരാജിന്റെ സംസാരത്തിനു ശേഷം TK ഹംസയും KT ജലീലും സംസാരിച്ചു കഴിഞ്ഞതോടെയാണ് ജനങ്ങൾ പിരിഞ്ഞു തുടങ്ങിയത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ ഒന്നായി കൊണ്ടുപോകാൻ നിലമ്പൂരിൽ എം സ്വരാജിനെ വിജയിപ്പിക്കുമെന്ന മനോഹരമായ വാക്കുകളാണ് LDF കൺവെൻഷനിൽ മുഴങ്ങിക്കേട്ടത്. ഷമി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.